പാർട്ടി മൊത്തം അതോടെ കൊള്ളാം. അടിപൊളി ബേബി, നിന്റേത് നല്ല പ്ലാൻ ആണല്ലോ. നീ എന്റെ മോളല്ലേ? On the floor, baby, hit it hard, baby, rock the party, baby, patulengi podi. On the floor, baby, hit it hard, baby, rock the party, baby, patulengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. അരിക്കലത്തിലും പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് കൊടുക്കാൻ. നിതിൻ എവിടെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോയി? നിതിൻ, നിതിൻ, നിതിൻ. On the floor, baby, hit it hard, baby, rock the party, baby, patulengi podi. നിതിൻ, നിതിൻ, അയ്യോ നിതിൻ, മോനെ നിതിൻ, മോനെ കണ്ണ് തുറക്ക് മോനെ. നിതിൻ, മോനെ കണ്ണ് തുറക്ക്. നിതിൻ, എന്തു പറ്റി? നിനക്കൊന്നും പറ്റില്ല. ചേച്ചി നിന്നോട് ഡാൻസ് കളിക്കരുതെന്ന് പറഞ്ഞല്ലേ? എന്റെ മോനെ കണ്ണ് തുറക്ക് പ്ലീസ്. നിതിൻ കണ്ണു തുറക്ക്. നിതിൻ, 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 എന്ത് പറ്റി മോനെ? നിതിൻ കണ്ണ് തുറക്ക്. ചാരു ചെന്ന് ടാബ്ലറ്റ് എടുത്തോണ്ട് പോ. നിതിൻ, നിതിൻ, നിതിന് മോനെ, എന്റെ പൊന്നുമോ കണ്ണ് തുറക്ക്. മേഘനെ താൻ വിഷമിക്കാതിരിക്കേ, ഒന്നും പറ്റില്ല. എടാ ബേബി, ഡോക്ടറെ വിളിക്കേ. ശരി വിളിച്ച. നിതിൻ, നിതിൻ പ്ലീസ് മോനെ കണ്ണ് തുറക്കടാ. നിതിൻ, മോനെ എന്താ പറ്റി? തല ഇറങ്ങുന്നുണ്ടോ മോന്? ചാരു, ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചേ? ഇവന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ? ഞാൻ വാഷ്റൂമിലേക്ക് പോയിട്ട് വരുമ്പോഴേക്കും ഇവൻ അവിടുന്ന് എണീറ്റ് പോയി. ചേച്ചി മേഘനെ പ്ലീസ്, താനിങ്ങനെ പേടിക്കാതിരിക്കേ. അവൻ കണ്ണു തുറന്നല്ലോ, ഒന്നും സംഭവിക്കില്ല. നിതിൻ ഇങ്ങ് വാ, വാ. നിതിൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? മേഘനെ, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. ഏയ് നിതിൻ, നിനക്ക് ഡാൻസ് കളിക്കാൻ അത്രയ്ക്ക് ഇഷ്ടം? എന്നാ പിന്നെ അതെന്നോട് പറയണ്ടായിരുന്നോ? എന്തിനാ നീ അവിടെ മാറിയിരുന്നേ? നീ എത്ര മനോഹരമായിട്ട് ഡാൻസ് കളിച്ചെന്നറിയോ? അല്ലടാ വിവേക്, ശരിയല്ലേ? നിതിൻ തകർത്ത് കളഞ്ഞില്ലേ? വിവേക് അത്ര വലിയൊരു കോംപ്ലിമെന്റ് തന്നിട്ട് അവനോടൊരു താങ്ക്സ് പറഞ്ഞേക്കാം. താങ്ക്സ്. വെൽക്കം. അതിരിക്കട്ടെ, ഡാൻസ് മാത്രമേ ഉള്ളോ അതോ സ്പോർട്സ്, സിംഗിങ്, ഇതിലേതെങ്കിലും ഇഷ്ടമാണോ? സ്പോർട്സ്. ഏത് സ്പോർട്സാ മോനെ ഏറ്റവും ഇഷ്ടം? ക്രിക്കറ്റ്. ആഹാ, വാവ്. നിതിന് ഏത് ക്രിക്കറ്റർ ഏറ്റവും ഇഷ്ടം? രോഹിത് ശർമ്മ. സൂപ്പർ. വിരാട് കോഹ്ലിനെ വലിയ ഇഷ്ടാ. വാവ്, കേട്ടോ വിവേകേ? നോക്കട്ടെ, ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഓ, വാവ്. നീ ഹീറോടാ. ഹീറോ അല്ല ചേട്ടാ, ക്രിക്കറ്റർ, ജൂനിയർ വിരാട് അല്ലേ?
മേഘനെ, നിന്റെ അനിയന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇതാണെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ഡാഡി എന്നോട് പറഞ്ഞത്. ഡോണ്ട് വറി മേഘനെ, നീ ഇതിന് എത്രയും പെട്ടെന്ന് ശരിയായിക്കോളും. അതിനാവശ്യമുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും ഞാൻ അവന് കൊടുക്കും. താൻ റിലാക്സ് ആയിട്ടിരിക്കെ. ഒരുപാട് നന്ദിയുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഈ അടുത്തേക്ക് വരൂ. മിഥുൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാ. കമോൺ കമോൺ എവരിബഡി. മാനേജർ, മാഡം. മിഥുൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാ. എന്നിട്ട് കേക്ക് എവിടെ? സോറി മാഡം, കേക്ക് ഇപ്പൊ വരും, ഓൺ ദ വേ. എന്ത് തോന്നിയ സത്? ഇന്നലെ ഓർഡർ ചെയ്ത കേക്ക് പാർട്ടി തുടങ്ങാറായിട്ട് എത്തിയില്ലെന്നോ? ചോദിക്കും വരെ പറഞ്ഞൂല, എന്നിട്ട് ഇപ്പൊ ഓൺ ദ വേ ആണെന്ന്. എന്താ നിന്റെ പരിപാടി? മാഡം, വെരി വെരി സോറി മാഡം. ഒരു 5 മിനിറ്റ് ടൈം തന്നാൽ ഞാൻ തന്നെ ചെന്ന് വാങ്ങിയിട്ട് വരാം. ലുക്ക്, എന്റെ മിഥുന്റെ കാര്യത്തിൽ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് തന്നെ നടന്നിരിക്കണം. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ ഞാനത് സഹിക്കില്ല. എനിക്കത് ഇഷ്ടവുമല്ല. അരുണിമേ, അവർക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. തിരക്കില് പെട്ട് കേക്കിന്റെ കാര്യം മറന്നതായിരിക്കും. 5 മിനിറ്റ് അല്ലേ പറഞ്ഞേ, വെയിറ്റ് ചെയ്യാം. നീ ദേഷ്യപ്പെടല്ലേ. ആ ദേ കേക്ക് വന്നല്ലോ. അരുണിമേ, കൂൾ. മോം, ഇന്നെന്റെ ബർത്ത്ഡേ ആയിട്ട് മോം മോം വീർപ്പിച്ചിരിക്കുക. മോനെ മിഥുനെ, എന്നാ പിന്നെ കേക്ക് കട്ട് ചെയ്യ്. ഓക്കെ അച്ഛമ്മേ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതെന്റെ ജീവിതത്തെ സംബന്ധിക്കുന്നതായതുകൊണ്ട് ഞാൻ പറയുന്നതിനേക്കാളും എന്റെ മമ്മിയും ഡാഡി അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മൈ സൺ മിഥുൻ നന്ദൻ വിവാഹത്തിനൊരുങ്ങുകയാണ്. അവന്റെ വധു ആരാണെന്ന് നിങ്ങൾക്കറിയോ? അവളെ എനിക്കും അരുണിമയ്ക്കും വളരെയേറെ ഇഷ്ടമാണ്. ഈ കുടുംബത്തിന്റെ പ്രതാപത്തിന് മാറ്റുകൂട്ടാൻ എത്തിയവളാണ് അവൾ. അത് മറ്റാരുമല്ല, മേഘരാഗം പോലെ മിഥുന്റെ ജീവിതത്തിൽ പെയ്തിറങ്ങിയ മേഘന കൃഷ്ണൻ. തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ മിഥുൻ സാർ. താങ്ക് യു. മറ്റന്നാളാണ് ഇവരുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ജയദേവ, എന്തിനാ 2 ദിവസം കാക്കണേ? നാളെ പവിത്രമായൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ തന്നെ നമുക്കിതിങ്ങ് നടത്തിക്കളയാം. അമ്മയുടെ വാക്കിന് എതിർവാക്കില്ല. നാളെ തന്നെ നിശ്ചയം നടത്താം.
നിങ്ങൾ എല്ലാവരും ചടങ്ങിന് ഉറപ്പായിട്ടും എത്തിയിരിക്കണം. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? നിന്ന നിപ്പില് നിശ്ചയം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾ പെണ്ണ് വീട്ടുകാർക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും? മറ്റൊരു നല്ല മുഹൂർത്തം നോക്കി നമുക്കിത് പയ്യെ തീരുമാനിക്കാം. എന്താ നരേന്ദ്രനൊന്നും മിണ്ടാത്തേ? നീ പറഞ്ഞല്ലോ അരുന്ധതി. ആരെന്ത് പറഞ്ഞാൽ ഈ നിശ്ചയം നാളെ നടന്നിരിക്കും. പെൺവീട്ടുകാരുടെ ഉത്തരവാദിത്തങ്ങളല്ലേ നിങ്ങളുടെ പ്രശ്നം? അതെല്ലാം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. അതുകൊണ്ടല്ല ജസ്റ്റ് നാളെ നിങ്ങൾ മേഘന ഇവിടെ എത്തിച്ചാൽ മാത്രം മതി. എല്ലാം അതിന്റെ വഴിക്ക് നടന്നോളൂ. എൻ്റെ മമ്മിയുടെ വാക്കാണ് എനിക്ക് അവസാന വാക്ക്. മിഥുൻ, നീ കേക്ക് കെട്ടിയടാ. ഷുവർ മോം. വാ വിവേക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ God bless you, Midhun. Thank you, Mom. Happy birthday, Midhun. Dad? ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. Thank you. കാശുള്ളവർക്ക് വേണ്ടാത്ത എല്ലാ ശീലങ്ങളും ഉണ്ടാവും. മദ്യം, സിഗരറ്റ്, ഡ്രഗ്സ്, അങ്ങനെ വേറെ എന്തൊക്കെയോ. Dad, ഞാനിപ്പോ വരാം. ഓക്കെ മാഡം, ഡ്രിങ്ക്സ് എടുത്തോളൂ. മേഘനെ, ഡ്രിങ്ക് കഴിക്കുന്നുണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്റെ ബർത്ത്ഡേ അല്ലേ, താൻ കുടിക്കടോ. താ കുടിക്കേ. എന്താ മേഘനെ? മേഘനെ, താനെന്താ ഇങ്ങോട്ട് പോന്നെ? ഒന്നുമില്ല. ശരി, താനിത് കുടിക്കും. വേണ്ട, എനിക്കിഷ്ടമല്ല. ഞാൻ കുടിക്കാറില്ല. പ്ലീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടോ. എനിക്കിതൊന്നും ശീലമില്ലെന്ന് പറഞ്ഞ് മനസ്സിലാവില്ലേ? മേഘനെ, എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ഫാമിലി ഫംഗ്ഷൻ. ഇവിടെ എല്ലാവരുടെയും കൂടെ നീ ഇതൊക്കെ കഴിക്കണ്ടേ? അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും എന്ത് വിചാരിക്കും?
പറയുന്നേ? ഏട്ടന്റെ ഫാമിലിയിൽ എല്ലാരും വെള്ളടിക്കുന്നു വെച്ച് ഞാൻ അങ്ങനെ ചെയ്യണമെന്നാ? ഇങ്ങനെയുള്ളതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്നുവെച്ചാ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും വെള്ളം അടിക്കുന്നവരാണെന്ന്? എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഞങ്ങളുടെ കുടുംബത്തിന് ഇതൊക്കെ ഒരു ശീലമാണെന്ന് വിചാരിച്ചു. ആർക്കറിയാം? മേഘനെ, തനിക്കറിയാഞ്ഞിട്ടാ. എന്റെ കുടുംബത്തില് ഒരാള് പോലും ഒരു തുള്ളി കുടിക്കാത്തവരാ. സത്യമായിട്ടും ഇത് ലഹരിയൊന്നുമല്ല. എന്റെ കുടുംബത്തിൽ ആരുടെയും കയ്യിലുള്ളത് ആൽക്കഹോൾ അല്ല മേഘനെ. ജസ്റ്റ് ആ നിറത്തിലുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസാ. ഇങ്ങനെയുള്ള ഹാപ്പി മൊമെന്റ്സിൽ എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബിസിനസ് ആയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വന്നിരിക്കുന്ന ഗസ്റ്റുകളെ ഡിസപ്പോയിന്റ് ചെയ്യാതെ ഈ ജ്യൂസ് ഞങ്ങൾ കുടിക്കും. അല്ലെങ്കിൽ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, നിനക്ക് തന്നെ അത് മനസ്സിലാവും. അത് ശരിയാണല്ലോ. ഇത് ഗ്രേപ്പ് ജ്യൂസ് ആണല്ലേ? ഇത് മദ്യമല്ലാന്ന് ഇപ്പോഴെങ്കിലും തനിക്ക് മനസ്സിലായില്ലേ? ഫാമിലിയിൽ ഇങ്ങനെ പാർട്ടി നടക്കുമ്പോൾ ഗസ്റ്റിന് എന്ത് കൊടുക്കണമെന്നും ഞങ്ങൾക്ക് ഏത് ഡ്രിങ്ക് തരണമെന്നും ഞങ്ങളുടെ വെയിറ്റേഴ്സിന് നന്നായിട്ട് അറിയാം. അതാ തനിക്ക് തന്നത്. അത് മനസ്സിലാക്കാതെ താൻ തെറ്റിദ്ധരിച്ചേ. സോറി. ഫാമിലിയുടെ എല്ലാവരുടെയും കൂടെ ഇത് കുടിക്കുന്ന പോലെ ആക്ട് ചെയ്താ കാര്യം കഴിഞ്ഞില്ലേ മേഘനെ? അതുകൊണ്ട് ആർക്കും എന്താ നഷ്ടം? ഞാൻ സോറി പറഞ്ഞില്ലേ? ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കല്യാണത്തിന് മുമ്പ് വരെ മാത്രം. ധാരണകൾ മാറ്റിയെടുക്കാൻ അതുവരെ മാത്രമേ അവസരമുള്ളൂ. കല്യാണ ശേഷം ഇങ്ങനെയായ വലിയ ബുദ്ധിമുട്ടാവും. മേഘനെ, ഈ ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. എൻജോയ് യുവർ ഡ്രിങ്ക്. എന്നെ മനസ്സിലാക്കി എന്നും തുണയായി എന്റെ കൂടെ നിൽക്കുന്ന, ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തിയ ഒരിക്കലും വിട്ടുകളയരുതെന്ന് അപ്പൂപ്പൻ പറയുമായിരുന്നു. അതെന്റെ മിഥുനേട്ടൻ തന്നെയാ. ഹലോ വാടോ. മോം, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. നേരെ ഒത്തിരി വൈകി. മോളെ മേഘനെ, നമുക്ക് പോയാലോ? ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ. നാളെ വൈകുന്നേരം 5:45 നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തം. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം. ആ സമയത്ത് തന്നെ നിശ്ചയം നടന്നിരിക്കണം ചേട്ടാ. ശരി, ആയിക്കോട്ടെ. നിങ്ങളുടെ വാക്കിന് മറുവാക്കില്ലല്ലോ. സമയത്തിങ്ങെത്തിക്കോളാം. കുറച്ചുകൂടെ കഴിഞ്ഞു പോയാ പോരെ? പാതിരാത്രി കഴിയാറായി മോനെ. ഞങ്ങളുടെ അവിടെ ഇതൊന്നും ശീലമില്ല. വാ മേഘനെ. വെയിറ്റർ, ഇത് കൊണ്ടുപോയിക്കോളൂ.
വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കെ നീയൻ ചാരയായി ചേർന്നിതാ അഴകേ വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കെ ഒരുപക്ഷെ തന്നെ കാണാതിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായേനെ. എനിക്ക് അങ്ങനെ തന്നെ ഇപ്പോഴും തോന്നുന്നത്. മോഹം താവിടുമേ നേരം താഴകിതാ. വല്യേട്ടാ, അവര് പോയിട്ട് ഒത്തിരി നേരായി. ഏട്ടത്തിയമ്മ നാളെ ഇങ്ങ് വരുമല്ലോ. സഞ്ജു, നാളെ എൻഗേജ്മെന്റ് ബ്രോ, ഡോണ്ട് വറി. എടാ നീ ഒന്ന് അടങ്ങ്. പിന്നെ മതി മറന്ന് നോക്കി നിന്നതോ. ഓട്ടോ കാശ് കൊടുത്തിട്ട് ബാക്കി വാങ്ങിച്ചു. ഇത് ചേട്ടാ. ഓർക്കുമ്പോ തന്നെ ചൊറിഞ്ഞു വരിക. കുഗ്രാമത്തിലെ മേഘനയ്ക്ക് മിഥുൻ ഹസ്ബൻഡായി വരെ. എന്റെ കഷ്ടകാലാന്ന് പറഞ്ഞാ മതി. ബേബി, ഞാൻ പറയുന്നത് കേൾക്കാം. മമ്മി മിണ്ടരുത്. ഇതെല്ലാം മമ്മി കാരണം. എന്തോ മലമറിക്കുന്നു പറഞ്ഞിട്ട് ബർത്ത്ഡേ പാർട്ടിയിൽ കൈയും കെട്ടി നോക്കി നിന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? നാളെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക. ശാലിനി, മിഥുനെ പോലെ ഒരാൾ മേഘനയെ കല്യാണം കഴിക്കുന്നത് അവളുടെ ഭാഗ്യമെന്ന് കരുതാതെ ഇങ്ങനെ അസൂയപ്പെട്ടാൽ എങ്ങനെയാ? വിട്ടുകളാ. എങ്ങനെ ഒക്കെ വിടാൻ പറ്റും? ആ, നമ്മുടെ മോൾ ആ മിഥുനെ എത്രമാത്രം കൊതിച്ചതാണെന്ന് അറിയാലോ. അരുന്ധതി, വിധിച്ചത് മാത്രമേ കിട്ടൂ. വിധിയില്ലെങ്കിൽ അതൊരിക്കലും കിട്ടില്ല. മതി, നിർത്ത് നിങ്ങളുടെ ഒടുക്കത്തൊരു പഞ്ച് ഡയലോഗ്. അങ്ങനെയല്ല അരുന്ധതി. പിന്നെ എങ്ങനെയാ ഡാഡി? ഞാൻ ആഗ്രഹിച്ച വ്യക്തിയെ എന്റെ കൺമുന്നിൽ വെച്ച് അവൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോ നിങ്ങൾക്ക് ആർക്കും എന്റെ വിഷമം മനസ്സിലാവുന്നില്ലല്ലോ. ചെറിയച്ച, ഓട്ടോയ്ക്ക് കൊടുത്തതിന്റെ ബാക്കി 20 രൂപയുണ്ട്. ശരി മോളെ, നിങ്ങൾ ചെന്ന് കിടന്നു. നാളെ ഫംഗ്ഷന് പോകാനുള്ളതല്ലേ. ചെല്ല്. വാ നിതിന്, വാ ചേച്ചി. ഇങ്ങനൊരു സാധനത്തിന് മിഥുന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? മിഥുനായിട്ട് ഒരു മാച്ചും ഇല്ല. ബേബി, നീ വിഷമിക്കാതിരിക്കെ. ഒന്ന് റിലാക്സ് ചെയ്യ മോളെ. എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയുന്നില്ല മമ്മി. സ്വപ്നത്തിൽ പോലും ഇവള് മിഥുന്റെ ഭാര്യയാവുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അംഗീകരിക്കാതെ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? മമ്മി, എന്ത് സംഭവിച്ചാലും അവൾ ആ വീട്ടിൽ മരുമകളായി ഒരിക്കലും കാലുകുത്താൻ പാടില്ല. ഞാനുണ്ടല്ലോ മോളെ, നീ ധൈര്യമായിട്ടിരുന്നോ. നാളെയല്ലേ നിശ്ചയം നടക്കാൻ പോകുന്നേ. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല.